الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സഹോദരന്മാരെ സഹോദരികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കണേ എന്ന് ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫുമായി ബന്ധപ്പെട്ട കാര്യം. രാത്രികളിലെ ചർച്ചകളും പത്രങ്ങളിലും മീഡിയകളിലുമൊക്കെ വലിയൊരു ചർച്ചാ വിഷയമാണ് വഖഫ് ഭേദഗതി ബില്ലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. ആ വിഷയത്തിലെ വിവാദങ്ങളോട് പ്രതികരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സമുദായത്തിന്റെ നേതൃത്വവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഏറ്റവും ഗൗരവത്തോടു കൂടി തന്നെ അതിനെ കാണുകയും രാജ്യത്തിന്റെയും സമൂഹങ്ങളുടെയും ഒക്കെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ഏറ്റവും നന്നായി ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് ബാധ്യതയാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാമിലെ സാധാരണ ആളുകൾ വരെ കേട്ട് പരിചയിച്ചിട്ടുള്ള നമുക്കൊക്കെ സുപരിതമായി കേൾക്കാറുള്ള ഒരു വാക്കാണ് വഖഫ് എന്നുള്ളത്. പലപ്പോഴും ഇതിനൊക്കെ സംബന്ധിച്ച് വലിയ സംസാരങ്ങൾ നടത്തുന്നത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളൊക്കെയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു കേവല ധാരണ എന്താണ് ഇസ്ലാമിലെ വഖഫ് ഇത് നമുക്കൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വിഷയം സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചത്. ബില്ലാഹി വബി തൗഫീഖ് ഇൻഷാ അല്ലാഹ്. വഖഫ് എന്ന ആ അറബി പദം നമ്മുടെ ഇടയിൽ മലയാളീകരിക്കപ്പെട്ട അറബി വാക്കുകളിൽ ഒരു വാക്കാണ് വഖഫ് എന്നുള്ളത്. അതിന്റെ ഭാഷാർത്ഥം നിർത്തുക, നിൽക്കുക, പിടിച്ചു നിർത്തുക എന്നൊക്കെയാണ്. എന്നാൽ ഭാഷാപരമായി ഉപയോഗിക്കുന്നതിനപ്പുറത്ത് ഇസ്ലാമിലെ സാങ്കേതികമായി ഇസ്ലാമിലെ മതപരമായ ഒരു വിഷയത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഹബ്സുൽ അസുൽ വ തസ്ബീലുൽ മൻഫഖ. അടിസ്ഥാനപരമായി മൂലധനത്തെ ഉടമസ്ഥപ്പെടുത്തുകയും അല്ലെങ്കിൽ തടഞ്ഞു വെക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ നന്മകൾക്ക് വേണ്ടി
നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക. ഇതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ ഒരു വസ്തു അള്ളാഹുവിന്റെ വഴിയിൽ വഖഫ് ചെയ്യുന്നു, ആ വസ്തുവിന്റെ അധികാരം നമുക്കുണ്ട്. എന്നാൽ അതിൽ നിന്നുണ്ടാവേണ്ട പ്രയോജനങ്ങൾ, അത് പണമാവാം, വേറെന്തെങ്കിലും ആവാം, എന്തു കാര്യമാണെങ്കിലും അതെന്തൊന്നിനു വേണ്ടിയാണോ വഖഫ് ഉദ്ദേശിച്ചത്, വഖഫ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതിന് മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഇസ്ലാമിലെ വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ധനം അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച രൂപത്തിൽ അത് ക്രയവിക്രയം നടത്തുക എന്നുള്ളത് മനുഷ്യന്റെ ബാധ്യതയാണ്, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ബാധ്യതയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും. അത് നിർബന്ധമായി ചെലവഴിക്കേണ്ടതുണ്ട്, ഐച്ഛികമായി ചെലവഴിക്കേണ്ടതുണ്ട്. ഇത് ധാരാളമായി ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ഒന്ന് തന്നെയാണ് വഖഫ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് വചനങ്ങളിൽ ഒരു വചനമാണ് സൂറത്തു ആല ഇംറാനിലെ 92-ാമത്തെ വചനം. ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. പുണ്യം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ലൻ തനാലൽ ബിർറ, നന്മയാണ്, പുണ്യം ചെയ്യണം വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അതിന് പറ്റില്ല. ഏതുവരെ? ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നത് വരെ. ആ ഒരു മാനസികാവസ്ഥ എന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നു, അന്ന് വരെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാൻ സാധ്യമല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആവശ്യമെങ്കിൽ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാനുള്ള മാനസികാവസ്ഥ എന്ന് വരുന്നു, അവനെ നന്മ ചെയ്യാൻ പറ്റൂ എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖകളെ കുറിച്ച് പറഞ്ഞെടുത്ത് സുപരിതമായ നമുക്കൊക്കെ അറിയുന്ന ഒരു ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഇദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസിൻ. ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവന്റെ എല്ലാ അമലുകളും മരണത്തോടെ മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഇനി അവന് അമല് ചെയ്യാൻ അവസരമില്ല, സൽക്കർമ്മം ചെയ്യാൻ അവന് അവസരമില്ല എന്നിട്ട് പറയുന്നു. എന്നാൽ 3 കാര്യങ്ങൾ അതവനിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, അമല് സ്വാലിഹാത്തുകളായി അവന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും മരണപ്പെട്ടാലും. ഏതാണ് 3 സ്വദഖത്തിൻ ജാരിയ. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാരിയായ നിലനിൽക്കുന്ന സ്വദഖയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സ്വദഖ ചെയ്തു, സ്വദഖ ചെയ്യപ്പെട്ട ആ വസ്തു അതെന്താവട്ടെ, അതിങ്ങനെ ക്രയവിക്രയം നടക്കുന്നു, അതിന്റെ ഉപകാരങ്ങൾ നടക്കുന്നു, അത് നിലനിൽക്കുന്ന കാലത്തോളം ഈ മനുഷ്യൻ അയാളുടെ ഖബറിൽ അല്ലെങ്കിൽ ബർസഖി ജീവിതത്തിൽ അയാളുടെ അമലുകളിൽ അത് വന്നു ചേരും. നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, ഔ ഇൽമുൻ യൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുക്കപ്പെട്ട വ്യക്തി അയാൾ എന്നൊക്കെ ആ ഇൽമനുസരിച്ച് അമല് ചെയ്യുന്നുവോ അതിന്റെ പുണ്യം പറഞ്ഞു കൊടുത്ത മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കും. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സ്വാലിഹായ മക്കൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ അതും മരണപ്പെട്ടാലും ഖബറിൽ വന്നുകൊണ്ടിരിക്കും. നമുക്ക് സുപരിതമായി ഹദീസിനെ ഇമാം നവവി റഹിമഹുള്ള വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഇവിടെ സ്വദഖത്തുൻ ജാരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ മഷ്ഹൂറായ വഖഫിനെ സംബന്ധിച്ചാണ് ഇവിടെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സ്വദഖത്തുൻ ജാരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖഫിനെ സംബന്ധിച്ചാണ്. വഖഫ്, ഭൂമി വഖഫ് ചെയ്യാറുണ്ട്, തോട്ടങ്ങൾ വഖഫ് ചെയ്യാറുണ്ട്, കെട്ടിടങ്ങൾ, ഫലവൃക്ഷാദികൾ, ഇങ്ങനെ തുടങ്ങി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വഖഫ് ചെയ്യാവുന്നതാണ്. ആ വഖഫ് ചെയ്ത വസ്തു, അതിൽ നിന്ന് കിട്ടുന്ന ഗുണം അതെന്ന് നിലനിൽക്കുന്നു അന്നൊക്കെ ഈ വാഖിഫിന് അതിന്റെ പുണ്യം കിട്ടിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബാക്കി വെച്ചത് അംർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തറക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബഗലത്തുഹു വസിലാഹു വഅർളൻ തറഖഹാ സദഖ. ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യം വഖഫ് ചെയ്തത്
മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയം ബാക്കിയുണ്ടായിരുന്നത്, പ്രവാചകന് ഒരു കഴുതയുണ്ടായിരുന്നു, കോവർ കഴുത, ഒരു വെളുത്ത നിറത്തിലുള്ള ഐല എന്ന പ്രദേശത്തെ രാജാവ് സമ്മാനമായി നൽകിയ ഒരു വെളുത്ത കോവർ കഴുത. അതേപോലെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുധം, വാള്, പരിച, ഇതുപോലെ പടയങ്കി, ഇതുപോലുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ചത്, നോക്കൂ നിങ്ങളെ പ്രയോഗം, പ്രവാചകൻ സ്വതക്ക ചെയ്ത ഭൂമി, അവിടെ വാക്കിണ്ടായിരുന്നു, വഖഫ് ചെയ്ത ഭൂമി. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയാണ്, നബിയെ, എനിക്ക് ഖൈബറിൽ ഒരു തോട്ടമുണ്ട്, എനിക്കത് വല്ലാതെ ഇഷ്ടമുള്ള തോട്ടം, ഞാൻ എന്താണ് അത് ചെയ്യേണ്ടത് നബിയെ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഇൻ ശിഹ്ത അബസ്ത അസ്ലഹാ. ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു നിർവചനം വഖഫിന് നൽകിയത്. നിങ്ങൾക്ക് ആ ഭൂമി ഉദ്ദേശമുണ്ടെങ്കിൽ അതിന്റെ മൂലധനം, ആ തോട്ടം നിങ്ങൾ പിടിച്ചു നിർത്തുക. വസദ്ദഖത് ബിഹാ, അതിലുള്ളത് നിങ്ങൾ സദഖ നൽകുകയും ചെയ്യുക. ഭൂമി നിങ്ങൾ പിടിച്ചു നിർത്താൻ നിങ്ങളുടേത് തന്നെ ആവട്ടെ, അതിലുള്ളത് നിങ്ങൾ സദഖ നൽകുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, ഗൈറ അന്നഹു ലാ യുബാഉ അസ്ലഹാ. അതിന്റെ പ്രത്യേകത എന്താ? അതാണ് വഖഫിന്റെ പ്രത്യേകത. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് അത് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ പിന്നീട് ആ മൂലധനം നിങ്ങൾക്ക് വിൽക്കാൻ പാടില്ല. വഖഫ് സ്വത്ത് വിൽപ്പന പാടില്ല. അത് അനന്തരാവകാശമായി പോകുന്നതല്ല. അത് നിങ്ങൾക്ക് സമ്മാനമായി ഇനി വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ മൂലധനം എന്നുള്ളത് സമ്മാനമായി വേറൊരാൾക്കും നൽകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്. ഫതസദ്ദഖ ബിഹാ, എന്നാൽ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഫതസദ്ദഖ ബിഹാ ഉമർ ഫിൽ ഫുഖറാഇ വഫിൽ ഖുർബ വഫിൽ റിഖാബ ഫിസ് സബീലില്ലാഹി വബിനിസ് സബീൽ വല്ലൈഫ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ നിന്ന് വഖഫായി പ്രഖ്യാപിക്കുകയും ദരിദ്രർക്ക്, അടിമകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വഴിയിൽ, അള്ളാന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടോ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതിനെല്ലാം, സബീൽ വഴിയാത്രക്കാർക്ക്, ലൈഫ് അതിഥികളെ സ്വീകരിക്കാൻ, ഇതിനൊക്കെ ഈ വഖഫിൽ നിന്ന്, ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തു, സദഖ നൽകി. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യകർത്താവായി മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ നിശ്ചയിക്കുകയും ചെയ്തു. ഇസ്ലാമിക സമൂഹത്തിലെ ഒന്നാമത്തെ മുത്തവല്ലി ഒരു സ്ത്രീയായിരുന്നു, ഹഫ്സ റളിയല്ലാഹു അൻഹയായിരുന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹ അത് കൈകാര്യം ചെയ്തു. ഈ രൂപത്തിൽ തന്നെ അത് നൽകുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു വഖഫ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കുതിരയെ അള്ളാഹുവിന്റെ വഴിയിൽ വഖഫ് ചെയ്തു. പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന യുദ്ധവാഹനമാണ് കുതിര. അവിടെ തന്നെ അങ്ങനെ ഒരു യോദ്ധാവിന് അത് വഖഫ് ചെയ്തു. എന്നാൽ ഈ നൽകപ്പെട്ട വ്യക്തി, ആരുടെ കയ്യിലാണ് വഖഫായി കിട്ടിയത്, അദ്ദേഹം ഈ കുതിരയെ വേണ്ട രൂപത്തിൽ പരിചരിക്കുന്നില്ല, വേണ്ട രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നില്ല. അങ്ങനെ അദ്ദേഹം അതിനോട് വാങ്ങിയിട്ട് നന്നാക്കിയെടുത്ത് വേറെ ആൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കാം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു, ഉദ്ദേശിച്ചു. വിലക്ക് തിരിച്ചു വാങ്ങാം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്തരിഹ്, നിനക്കത് വിലക്ക് വാങ്ങാൻ പറ്റില്ല, നിനക്കത് വിലക്ക് വാങ്ങാൻ പറ്റില്ല. വഖഫ് ഭൂമിയാണെങ്കിൽ, വഖഫ് സ്വത്താണെങ്കിൽ അത് വിലക്ക് വാങ്ങാൻ പാടില്ല എന്നാണ് നിന്ന് മനസ്സിലാവുന്നത്, തിരിച്ചു വാങ്ങാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, വലാ തഅദു ഫീ സദഖതിക, നീ നിന്റെ സദഖയെ തിരിച്ചെടുക്കരുത്. ഇന്ന അതാകഹു ബിദിർഹമിൻ, ആ മനുഷ്യൻ നിനക്ക് ഒരു ദിർഹമിനാണ് നൽകുന്നതെങ്കിലും
അങ്ങനെ നിനക്ക് വാങ്ങാൻ പാടില്ല. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തത്വം പഠിപ്പിക്കാൻ. സദഖ തിരിച്ചെടുക്കുക എന്നുള്ളത് അത് ഛർദിച്ചത് തിരിച്ചു വിഴുങ്ങുന്നത് പോലെയാണ്. എത്ര മനുഷ്യർ, സഹോദരന്മാരെ, നമ്മളുമായി ബന്ധപ്പെട്ടവരോ ഈ ശബ്ദം എപ്പോഴെങ്കിലൊക്കെ കേൾക്കുന്നവരൊക്കെ നമ്മൾ അനുഭവിക്കുന്നതിൽ നമ്മുടെ മുൻപുള്ള ആളുകളോ നമ്മുടെ സ്വത്തിന്റെ അവകാശികളായിരുന്ന പൂർവികരൊക്കെ ദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിന്റെ സ്വതത്ത വഖഫ് നൽകിയ സ്വത്തിൽ നിന്നാണ് എന്ന് ബോധ്യതയുണ്ടെങ്കിൽ അത് അതിനെ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഛർദിച്ചത് തിരിച്ചെടുക്കുന്നത് പോലെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിട്ടുണ്ട്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തസദ്ദഖ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിദാരിഹി ബിമക്ക. മക്കയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് അത് അദ്ദേഹം സദഖ നൽകി, വഖഫ് നൽകി. അലാ വലദിഹി, അദ്ദേഹത്തിന്റെ മകനാണ് നൽകിയത്. ഫഹിയ ഇലൽ യൗം, അത് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി ഇമാം ബൈഹഖി അല്ലെങ്കിൽ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയും ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ മക്കൾക്ക് വഖഫ് നൽകാം എന്നത് ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ള ഒരു നിയമമാണ്. മക്കൾക്കും കൊടുക്കാം വഖഫ്. അതെങ്ങനെ? വഖഫ് 2-3 രൂപത്തിലുണ്ട്. ഒന്ന് വഖഫുൽ ഖൈരി എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പൊതുവിഷയങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമികപരമായ പൊതുവിഷയങ്ങൾക്ക് വേണ്ടി പള്ളി, മദ്രസ, സ്ഥാപനങ്ങൾ, യതീംഖാന അതുപോലുള്ള ഏതെങ്കിലും വിഷയങ്ങൾക്ക് വഖഫ് ചെയ്യാം. രണ്ടാമതൊന്ന് വഖഫുൽ അഹ്ലി, കുടുംബത്തിലുള്ളവർക്ക് വഖഫ് ചെയ്യാം. അതിന്റെ പ്രത്യേകത എന്താ? മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക്, ആർക്കാണോ നമുക്ക് വഖഫ് ചെയ്യാം. പക്ഷെ അവർക്ക് അത് വിൽക്കാൻ പാടില്ല. അത് അവർ ജീവിക്കുന്ന കാലത്തോളം അവർക്ക് ഉപയോഗിക്കാം, അവരുടെ അനന്തരാവകാശികൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അനന്തരമായി ഇങ്ങനെ മാറി മാറി കൈമാറിപ്പോകാൻ പാടില്ല. ഇതിന്റെ അവകാശി ആരാ? ആദ്യം ആരാണോ വഖഫ് ചെയ്ത അയാൾ തന്നെ, അയാളിലേക്കാണ് ഇത് തിരിഞ്ഞു മടങ്ങുന്നത്. ഏതായിരുന്നാലും അങ്ങനെ ചെയ്യാം. മൂന്നാമതൊന്ന് വഖഫുൽ മുസ്തറഖ്, 2 വിഭാഗത്തിനും പങ്കുചേർന്ന് അങ്ങനെ ഒരാൾക്ക് വഖഫ് ചെയ്യാം. എന്റെ മക്കളാണ് ഇത് കൈകാര്യം ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾക്ക് എടുക്കാം, ബാക്കി ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾക്കും ചെയ്യാം. ഇങ്ങനെയും വഖഫ് ചെയ്യാവുന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, വഖഫ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം വഖഫിന് എത്രത്തോളം പ്രാധാന്യം, വഖഫ് സ്വത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചരിത്രം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിലെ ബിഅറു റൂമ, മദീനയിൽ പോയ ആളുകൾക്കറിയാം, അവിടെ സന്ദർശിക്കുമ്പോൾ അവിടെ ഇപ്പോഴും ബിഅറു റൂമ ആ സ്ഥലത്തെത്തും. അവിടെ ഈത്തപ്പനത്തോട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ടാവും ആളുകളിലെ. ബിഅറു റൂമ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിലെ ആ പരിസരത്തുള്ള ആളുകളൊക്കെ വെള്ളം കുടിച്ചിരുന്ന ഒരു കിണറാണ്. അതിന്റെ ഉടമസ്ഥൻ ഒരു ജൂതനായിരുന്നു. ജൂതൻ അവന്റെ സ്വഭാവം കാണിച്ചു. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ആരും ഇന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, വലിയ വില തന്നെ ഞാൻ വിലക്ക് തരാം. അപ്പൊ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് മൻ യസ്തറി ബിഅറു റൂമ, ആരാണ് ഈ ബിഅറു റൂമ വാങ്ങാനുള്ളത്? അതിലെ വെള്ളം മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്നുള്ളത് അവർക്ക് സ്വർഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാത്രമേ കേട്ട ആ സമയത്ത് തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ തുക കൊടുത്ത് ആ ബിഅറു റൂമ വാങ്ങി അദ്ദേഹം അത് ദാനം ചെയ്തു, മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്തു. ആ ഒരു ദാനം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്നും അതേ രൂപത്തിൽ മാറി മാറി വന്ന ഇസ്ലാമിക ഭരണാധികാരികൾ സംരക്ഷിക്കാൻ. ഇത് നോക്കൂ, ഈ അടുത്ത് സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റും, അവിടെ ഉണ്ടായിരുന്ന ആ കാര്യം, ആ കിണർ, അത് 1400 വർഷമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുള്ള അക്തറുമിൻ 1400 സന مرت على شراء الصحابي الجليل عثمان بن عفان لبئر روما شمال عربي المسجد النبوي في المدينة المنورة ولا تزال البئر حتى اليوم تروي سكان المدينة بمائها وتسقي تحيلهم وأشجارهم. ഇന്നൊരു പറയുന്നത് 1400 കൊല്ലം മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വാങ്ങി വഖഫ് ചെയ്തിട്ടുള്ള ഈ കിണർ ഇന്നും അതിന്റെ പരിസരത്തുള്ള ആളുകൾ ഉപയോഗിക്കുന്നു, അവിടെയുള്ള കൃഷിക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ചുറ്റുവട്ടത്തും അവിടുത്തെ ഔഖാഫിൽ നിന്ന് അടുത്ത സമയം ഔഖാഫ്, അവിടെ ഒരു മന്ത്രാലയം തന്നെ ഉണ്ട് വഖഫുമായി ബന്ധപ്പെട്ട. സൗദി അറേബ്യയിലെ ഒരു മന്ത്രാലയം നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഔഖാഫ് അല്ലെ. ആ ഔഖാഫിൽ നിന്നും അവിടുത്തെ കൃഷി വകുപ്പ് വില കൊടുത്ത് വാങ്ങി
15,000-ലധികം ഈത്തപ്പനകൾ വെച്ചുപിടിപ്പിച്ച് ഇന്നും അത് ഉപയോഗിച്ച് ആ ഈത്തപ്പഴവും അതിൽ നിന്ന് കിട്ടുന്ന സ്വത്തും അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്തും ലോകത്തുള്ള, സൗദി അറേബ്യയിൽ മാത്രമല്ല ലോകത്തുള്ള പല രാജ്യങ്ങളിലുമുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ഇന്നും അത് നൽകിക്കൊണ്ടിരിക്കുന്നു. വഖഫുമായി ബന്ധപ്പെട്ട നൂറ്റാണ്ടുകൾ ഇന്നും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിൽ നിന്ന് വെള്ളടിക്കുന്നു, അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു. അതാണ് ഇസ്ലാമിക സമൂഹം അതിന് നൽകുന്ന പ്രത്യേകത. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും വഖഫ് അദ്ദേഹം നൽകിയത് കാണാം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് കാണാം. വതസദ്ദഖ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ബിഅർളിഹി യംബഉ ഫഇയ ഇല അൽ-യൗം എന്ന് പറഞ്ഞാൽ യാംബു, നമ്മുടെ മലയാളികൾ യാംബു എന്ന് പറയുന്ന യംബ പ്രദേശത്തെ ഭൂമി, വലിയൊരു പ്രദേശം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്. മക്കൾക്ക് വഖഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ വായിക്കുന്നിടത്ത് കണ്ട ഒരു ചരിത്രം കാണാം. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പറയുന്നത് കാണാം. വതസദ്ദഖ സുബൈർ റളിയല്ലാഹു അൻഹു ബിദുവരിഹി, അദ്ദേഹത്തിന്റെ വീടും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ അദ്ദേഹം വഖഫ് ചെയ്തു. വഖാല ലിൽ മർദൂദത്തി മിൻ ബനാതിഹി അൻ തസ്കുന ഗൈറ മുദിറ വലാ മുദറ ബിഹാ ഫൈൻ ഇസ്തഅൻത ബിസൗജിൻ ഫലൈസ ലഹാ ഹഖ്ഖുൻ. ഒരു ഷർത്ത് വെച്ചിട്ടാണ്. എന്താ പറഞ്ഞാലോ, എന്റെ മക്കളിൽ പെൺകുട്ടികൾ അവർ വിവാഹിതരായി അവർ വിവാഹമോചനം നടത്തി തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ട് വിധവകളാവുകയോ ചെയ്ത് തിരിച്ചു വന്നാൽ അവർ ഒരിക്കലും ഒന്നുമില്ലാത്തവരായി പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ഭാഗം അത് വഖഫ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവിടെ തന്നെ പറഞ്ഞു, അവ എങ്ങനെയൊക്കെ കഴിഞ്ഞ് രണ്ടാമത് വിവാഹം കഴിച്ചവർ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഇതിൽ എന്തില്ല, ഹക്കില്ല. അത് പൊതുസമൂഹത്തിന്, ഇസ്ലാമിക സമൂഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മക്കളെ കുറിച്ച് സമൂഹത്തെ കുറിച്ചൊക്കെ നന്നായി ധാരണയുള്ളവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്നർത്ഥം. സ്വഹാബികൾ മൊത്തത്തിൽ ഇമാം ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സ്വഹാബി പറയും, ലം യകുൻ അഹദുൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാ മഖ്ദറത്തിൻ ഇല്ലാ വഖഫ്. സ്വഹാബികളുടെ കൂട്ടത്തിലെ ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ വഴിയിൽ വഖഫ് ചെയ്യാത്തവരായി. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്വഹാബികളിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഖാലിദ് എന്താ സക്കാത്തൊന്നും കൊടുക്കുന്നത് കാണുന്നില്ലല്ലോ, അദ്ദേഹം സക്കാത്തൊന്നും കൊടുക്കുന്നത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കാര്യമറിയാതെ സംസാരിക്കരുത്. മുസ്ലിം സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ദീർഘമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് കാണാം. അമ്മാ ഖാലിദൻ ഫഇന്നകും തദീമൂന ഖാലിദ. നിങ്ങൾ പറഞ്ഞ ഖാലിദ് ഉണ്ടല്ലോ, ഖാലിദിനോട് നിങ്ങൾ ഒരു തരിമ്പ് പോലും അനീതി പ്രവർത്തിക്കരുത്. കാരണം അദ്ദേഹത്തിന്റെ സ്വത്തിൽ നല്ലൊരു വിഹിതവും അദ്ദേഹം അള്ളാന്റെ വഴിയിൽ വഖഫ് ചെയ്ത ആളാണ്. അതുകൊണ്ട് അതൊന്നും അറിയാതെ നിങ്ങൾ എന്താക്കരുത്, ഇങ്ങനെ സംസാരിക്കരുത് എന്ന് അല്ലെ ഇസ്ലാമിക സമൂഹം. അവിടുന്ന് ഇങ്ങോട്ട് വഖഫ് എന്നുള്ളത് ഒരു വികാരമായിരുന്നു മുസ്ലിം സമൂഹത്തിന്. അത് അമവി ഭരണാധികാരിയുടെ കാലത്തുണ്ട്, അബ്ബാസികളുടെ കാലത്താണ് ലോകത്ത് ഇസ്ലാമിക സമൂഹം, ലോകം മനുഷ്യർ എവിടേക്കുണ്ടോ അതിന്റെയൊക്കെ അധികാരം മുസ്ലിം സമൂഹം കയ്യേറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലോകത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടം അബ്ബാസികളുടെ ഭരണാധികാരൻ. ആ സമയത്ത് ധാരാളം പള്ളികൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇങ്ങനെ പിൽക്കാലത്ത് 6-ാം നൂറ്റാണ്ടിലെ ലോകത്തിന്റെ ചരിത്രം എഴുതുന്നിടത്ത് ഇബ്നു ബത്തൂത്ത സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കുന്നിടത്ത് കാണാൻ പറ്റും. ബാഗ്ദാദ് മുതൽ മദീന വരെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്നു നീങ്ങുമ്പോ മുസ്ലിം സമൂഹം വഖഫ് ചെയ്ത എത്രയോ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട് അല്ലെ. ആളുകൾക്ക് നടന്നു പോകുന്നിടത്ത് കയറി ഇരിക്കാനുള്ള സത്രങ്ങൾ, കുളിക്കാനുള്ള കുളിമുറികൾ, അലക്കാനും അതുപോലുള്ള കാര്യങ്ങൾ, പാചകം ചെയ്യാനുള്ള, ഇതൊക്കെ വഖഫാണ് എന്ന് രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടു എന്നാണ്. എത്രത്തോളം അദ്ദേഹം പറയുന്നുണ്ട്, കന്നുകാലികളെ ട്രീറ്റ് ചെയ്യാനുള്ള അതുപോലുള്ള അതുവരെ അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വരെ മുസ്ലിം സമൂഹം വഖഫ് ചെയ്തിരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ. അന്ന് അബ്ബാസികളുടെ കാലഘട്ടത്തിൽ പ്രത്യേക ഒരു വിഭാഗം തന്നെ അതിനുണ്ടായിരുന്നതാണ്. സദറുൽ വഖൂഫ് എന്ന് പറഞ്ഞിട്ട് അത് കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു.
വഖഫിന്റെ സ്വത്ത് അതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഇസ്ലാമിക സമൂഹത്തിലുള്ള ഈ ഒരു കാര്യം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ പൂർവികർ, നമ്മുടെയൊക്കെ വീടിന്റെ മുമ്പിൽ ഒരു 40 വയസ്സിനപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം, വീടിന് മുമ്പിലുള്ള ഒരു തെങ്ങ് ചിലപ്പോൾ പള്ളിയിലേക്കായിരിക്കും. നമ്മൾ പറഞ്ഞ പള്ളികൾക്കുള്ള തെങ്ങാണ് അല്ലെ, അത് കോളേജിലേക്കുള്ളതാണ്, അത് ദർസ് കുട്ടികൾക്കുള്ളതാണ്. ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സ്വത്ത് വലിയ സ്വത്തായി ഈ രാജ്യത്തുണ്ട്. അത് മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഈ ഒരു സംസ്കാരം പിന്തുടർന്ന് അത് ഈ ലോകത്തെ മനുഷ്യർക്കെന്നല്ല മറ്റു മൃഗങ്ങൾക്ക് വരെ, ജീവജാലങ്ങൾക്ക്, ചുറ്റുപാടുള്ള ആളുകൾക്ക് നന്മയുടെ വിഷയത്തിൽ അത് ഹറാമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള സ്വത്താണ്. അതാർക്കും അവകാശപ്പെട്ടതല്ല. അത് ആ വാഖിഫിന് അയാളുടേതാണ്, അയാൾക്ക് കിട്ടേണ്ടതാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം വായിക്കുന്നിടത്ത് ബ്രിട്ടീഷ് കൊളോണിവൽക്കരണവും ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. ബ്രിട്ടീഷുകാരൻ വരെ അതിനാളെ വെച്ചിരുന്നു. നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. ഹുനർമന്ത് എന്ന പേരിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് ഈ മുസ്ലിങ്ങളുടെ ഈ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യണമെന്നും അത് സംരക്ഷിക്കണമെന്നും അതൊരിക്കലും അന്യായപ്പെടുത്തരുത് എന്ന് ബ്രിട്ടീഷുകാരൻ വരെ ഇവിടെ തീരുമാനിച്ചു നിയമമെഴുതിയതാണ്. അതിൽ നിന്ന് പിന്നെ വഖഫ് ബോർഡുകളും പല കാര്യങ്ങളുണ്ടായി. പക്ഷെ അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ മതമുള്ളവനാവണം, മതവിശ്വാസമുള്ളവനാവണം, അള്ളാഹുവിന് ഭയമുള്ളവനാവണം. ഇന്ന് ഈ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനും അതൊക്കെ എന്തൊക്കെ ആക്കി തീർക്കാമെന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യർ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇതിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇസ്ലാമിലെ വഖഫ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്, ഒരു നന്മയാണ്. അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ന്യായമുള്ള ആളുകളാണ്. അതിനെ ഏതൊരർത്ഥത്തിലാണോ ഇസ്ലാം പഠിപ്പിച്ച ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണവും സഹായം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് പോയതാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വത്തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ടാമതും ഉണർത്താനുള്ള കാര്യം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് എന്നത് തന്നെയാണ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റാവിയായിട്ടുള്ള ഹദീസിൽ കാണാം, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു രൂപം, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അമലുകളും ഹസനാത്തുകളും അവന്റെ മരണത്തിനു ശേഷം അവനിലേക്ക് ചെന്നു ചേരും. അങ്ങനെയുള്ള ചില അമലുകളും ഹസനാത്ത് നന്മകളും ഉണ്ട്. ഇൽമൻ, ഒന്ന് പറഞ്ഞു ഇൽമൻ അല്ലമഹു വനശറഹു. ഒരാൾക്ക് അറിവുണ്ടാവുക എന്നുള്ളത് അതയാൾ പഠിപ്പിക്കുന്നു, അതയാൾ വ്യാപിപ്പിക്കുന്നു, വിതരണം ചെയ്യുന്നു, അത് തുറന്നുകൊണ്ടേയിരിക്കും. വവലദൻ സ്വാലിഹൻ, വിശദീകരിക്കുന്നില്ല, സ്വാലിഹായ മക്കൾ. തറക്കഹു, അങ്ങനെ ഉപേക്ഷിച്ചു പോയ. വമുസ്ഹഫൻ വറസഹു, ഒരാൾ ഒരു മുസ്ഹഫ് അതിവിടെ വിട്ടേച്ചു പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വളരെ ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് വഖഫ് ചെയ്യാവുന്നത്. പള്ളിയിലേക്ക് ഒരു ബൾബ് നമുക്ക് വഖഫ് ചെയ്യാം. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നന്നായി കൊണ്ടുപോകുന്ന ഏത് പള്ളിയാണെങ്കിലും അല്ലേ, പള്ളി എന്നല്ല, ഒരു പൊതുസ്ഥലത്ത് ആളുകളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഒരു ഉദാഹരണം പറഞ്ഞു. അവിടുത്തെ മുസ്ഹഫ്, ഖുർആനിന്റെ പ്രത്യേകത, അതൊരു ഹറഫ് ഒരാൾ വായിച്ചാൽ അതിന് 10 ഇരട്ടി പുണ്യാണ്. അലിഫ് ലാ മീം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരർഫല്ല, 3 അർഫാണ്. അത് വായിക്കാൻ വേണ്ടി, പാരായണം ചെയ്യാൻ വേണ്ടി നല്ല നിയത്തോടു കൂടി ആരും അറിയാതെ നന്നായി ആളുകളൊക്കെ ഖുർആൻ ഓതുന്ന ഒരു സ്ഥലത്ത് നമ്മൾ മുസ്ഹഫ് കൊണ്ടുപോയി വെച്ചാൽ ആ ഓതപ്പെടുന്നതിനൊക്കെ നമുക്ക് പുണ്യം കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ മസ്ജിദൻ ബനാഹു, അല്ലെങ്കിൽ പള്ളി നിർമ്മിക്കുക. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
എത്ര സ്വഹാബാക്കളിൽ പലരും നമ്മുടെ നാട്ടിലൊക്കെയുള്ള പ്രശ്നം എന്താ അറിയും? ആളുകൾ ഇങ്ങനെ പറയും, എന്തിനാ ഈ പള്ളികൾ ഇങ്ങനെ ഉണ്ടാക്കണേ? പള്ളികൾ മത്സരിച്ചുണ്ടാക്കേണ്ട കാര്യമല്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുരുവിക്കൂടിന്റെ അത്ര പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണെങ്കിലും അള്ളാന്റെ പേരിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് സുജൂദ് ചെയ്യാൻ ഒരു ഭവനം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കണം. സ്വഹാബാക്കൾ എല്ലാവരും പള്ളി ഉണ്ടാക്കി. മസ്ജിദുൻ നബവിയുടെ ചുറ്റുവട്ടത്തും പള്ളികളുണ്ട്, കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാ? മസ്ജിദുൻ നബവിയിൽ ഒരാൾ നമസ്കരിച്ചാൽ 1000 പുണ്യം, എന്നാലും അവനവന്റെ മുറ്റത്ത് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് പള്ളി നമ്മളൊക്കെ ഉണ്ടാക്കുന്ന വീടിന്റെ ഒരു കാർ പോർച്ചിന്റെ പൈസ മതി ഏതെങ്കിലും ആളുകൾ കയറി നിസ്കരിക്കാൻ പറ്റുന്ന. ഇനി ഒരാൾ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കാം, ഒരാളും ഒരു പള്ളി നിസ്കരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ സുജൂദ് ചെയ്യും. വലിയ ആഡംബരവും മറ്റൊന്നും വേണ്ട. പക്ഷെ എന്നാലും ഇല്ലെങ്കിൽ ആളുകൾ നമസ്കരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് പള്ളികൾ എടുക്കാൻ അറബ് സമൂഹത്തെ നമുക്കറിയാം. നമ്മൾ പലപ്പോഴും അറബികളെ പള്ളി കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ കുറെ പള്ളികൾ അല്ലെ? എന്താ അവരൊക്കെ നമ്മളെക്കാളും വലിയ പണക്കാരായതുകൊണ്ടാ? ഒരിക്കലും അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. അവരുടെ ആസ്തിയും അവരുടെ മൂലധനവും അവർ ജീവിക്കുന്ന സൗകര്യങ്ങളും നോക്കിയാൽ നമ്മുടെ അത്ര ഉള്ളവരൊന്നല്ല. ചിലപ്പോൾ വീടുണ്ടാവും. അങ്ങനെയുള്ള വളരെ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പള്ളി ഉണ്ടാക്കും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എറണാകുളത്ത് ഒരു പള്ളി എടുത്ത ഒരാൾ. അദ്ദേഹത്തിന്റെ ജോലി എന്താ അറിയൂ? തേനീച്ച കൃഷി ചെയ്യാൻ. അദ്ദേഹം എറണാകുളം ടൗണിൽ നിൽക്കുന്ന ഒരു പള്ളിയുടെ ഒരു ഭാഗം ആദ്യം ഉണ്ടാക്കിയ ഒരു ഭാഗം ആലോചിച്ചോക്ക്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ കാര്യത്തെ രൂപത്തിൽ തന്നെ എടുക്കണം. നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും, സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ ഇവിടെ ചെയ്താലും എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ നഷ്ടമാണത്, ഒരു സംശയമില്ല, മഹാനഷ്ടമാണ്. അതുകൊണ്ട് വളരെ ചിന്തിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യണം. എന്റെ പ്രവാചകൻ പറഞ്ഞു, വഴിയാത്രക്കാരനുള്ള ഒരു വീട്, ഒരു സത്രം, ഒരു ബസ് സ്റ്റോപ്പ്, ആളുകൾക്ക് കയറിയിരിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിന്റെ ആവശ്യമില്ല, എന്നാലും എവിടെയെങ്കിലും ഉപകാരപ്പെടുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം. അതേപോലെ അതാണ് എന്താണ് ഒരു ജലം, വെള്ളം ആളുകൾ ഉപയോഗിക്കുന്ന കിണർ, അതുപോലുള്ള നദി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വെള്ളത്തിന്റെ സ്രോതസ് അതുണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ വിഷയം അവൻ ഒരു സ്വതക്ക, ആ സ്വതക്കയിൽ നിന്ന് ഇങ്ങനെ പുറത്ത് സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്യുക. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്യുപ്പമാർ, നമ്മുടെ കാരണവന്മാർ, ഓരോ മഹല്ലുകൾക്ക് നോക്കൂ നിങ്ങൾ, കേരളത്തിൽ പ്രത്യേകിച്ചും എത്ര സ്വത്ത വഖഫായിട്ട്. എന്തുകൊണ്ടാ? അന്ന് സ്വത്തിന് മൂല്യമില്ലാത്തതുകൊണ്ടാ? അതൊന്നുമില്ല, അതൊരു സംസ്കാരമായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടേതും വേണം. എന്തെങ്കിലും, അത് വലിയ പണക്കാരൻ ചെയ്യേണ്ടത് കാര്യങ്ങൾ മാത്രമല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം, ഞാൻ മനസ്സിലാക്കിയ സ്വഹാബികളിൽ 80ഓളം സ്വഹാബികൾ അവർ പാവങ്ങളായിരുന്നു. അവരൊക്കെ അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ വഖഫ് ചെയ്തവരായി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ രൂപത്തിൽ അതിനെ കാണുക. നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ പലരും പല ഉദ്ദേശങ്ങൾക്കാണ്. ആ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലായി വൈകാരികമാകാതെ ഇതുപോലുള്ള വിഷയങ്ങൾക്ക് ഇടപെടുന്നവർ ശ്രദ്ധിക്കണേ എന്നാണ് നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, വഖഫ് ഒരു വൈകാരികമാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. അത് ഈ ഒരു സമയത്ത് കൊണ്ടുവരുന്നതും അത് ചർച്ചയാക്കുന്നതും പ്രശ്നമാക്കുന്നതും ഒക്കെ പലപ്പോഴും പല ഉദ്ദേശങ്ങൾക്കാണ്. എന്നാൽ വഖഫാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം, അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പള്ളിയിലേക്ക് മുസാഫ് വഖഫ് ചെയ്ത ഇവിടുത്തെ വഖഫ് ഉള്ളത് റഷ്യൊന്നും വേണ്ട, നമ്മൾ പറഞ്ഞോടുകൂടി. ഇനി വസിയ്യത്തും വഖഫും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. വളരെ വിശാലമായി അറിയേണ്ട കുറെ വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങൾ നമുക്ക് വിശദീകരിക്കാം, അതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു കാര്യം വഖഫാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് വിൽക്കപ്പെട്ടവരാണ് അതിന്റെ കുറ്റവാളി. ഇന്നാരെങ്കിലും മുനമ്പത്ത് നമ്മുടെ സഹോദരങ്ങൾ, അവിടെ ഏത് മതക്കാരായാലും അവരെല്ലാം കുറ്റവാളികൾ. ധാരാളം കൈകാര്യം ചെയ്തിരുന്നവർ അവരാണ് ഈ കാര്യത്തിന് പ്രതിവിധി ഉണ്ടാക്കേണ്ടത്. അതല്ലാതെ നാട്ടിൽ നിലനിൽക്കുന്ന ഏറ്റവും നല്ല സൗഹാർദ്ദങ്ങളെ, അന്തരീക്ഷത്തെ തച്ചുടച്ച് തങ്ങളുടെ അധികാരങ്ങൾ നിലനിർത്തണമെന്നോ അല്ലെങ്കിൽ പിടിച്ചെടുക്കണമെന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യർ അവർ ഇതിലേക്ക് ഉപയോഗിക്കുകയാണ് എന്ന് മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് സമുദായത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം. അള്ളാഹു അവർക്ക് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹുവിന്റെ ദീൻ സത്യസന്ധമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാം അറിവും മാനവും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാം ചെയ്യുന്ന അമലുകൾ കുറ്റമറ്റ സൽക്കർമ്മങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന് അവരെയും നമ്മയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാം അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.